എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സിനിമ ടൈഗേഴ്സ് ആർ നോട്ട് അഫ്രൈഡ് എന്നതാണ്. കടുവകൾ ഒന്നിനെയും പേടിക്കുന്നില്ല എന്ന സ്പാനിഷ് സംസാരിക്കുന്ന ഈ ചിത്രം മെക്സിക്കോയിൽ നിന്നും വന്നതാണ്. സിനിമയിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം സ്ഥിരം പറയുന്നതാണ്: വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരണം. എൻ്റെ വീഡിയോയിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോയിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി സിനിമയിലേക്ക് പോകാം. കാലങ്ങളായി തുടരുന്ന മെക്സിക്കോയിലെ ഡ്രഗ് ഡീലർമാരുടെ അഴിഞ്ഞാട്ടമാണ് ഈ സിനിമയിലെ പശ്ചാത്തലം. യുവ സംവിധായികയായ ഇഷ ലോപ്പസ് കഥ എഴുതി സംവിധാനം ചെയ്ത കടുവകൾക്ക് ആരെയും പേടിയില്ല എന്ന സിനിമ 10 വയസ്സുകാരിയായ എസ്ട്രലയുടെ അമ്മ അപ്രത്യക്ഷമാകുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പറയുന്നത്. മാജിക്കൽ റിയലിസത്തിൽ ഊന്നിയാണ് ഈ കഥ ചേതോഹരമായി പറയുന്നത്. 3 കാർഡുകൾ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ആദ്യത്തേത്, കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടെ മെക്സിക്കോയിൽ നടന്ന ആക്രമണങ്ങളിൽ 1,60,000 പേർ കൊല്ലപ്പെടുകയും 53,000-ത്തിലധികം പേർ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ചില നഗരങ്ങളിലെ മുഴുവൻ പ്രദേശങ്ങളിലും വിജനമായി കൊണ്ടിരിക്കുന്നു. മരിച്ചവരും കാണാതായവരും ഉപേക്ഷിച്ച കുട്ടികളുടെ കണക്കുകളൊന്നും ഇല്ല എന്നും അവർ പറയുന്നു. ഇനിയാണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു LP ക്ലാസ്. അവിടെ ടീച്ചർ കുട്ടികൾക്ക് ഒരു യക്ഷിക്കഥ എഴുതാൻ പറയുന്നു. ക്ലാസ്സിലെ ഒരു കുട്ടിയായിരുന്ന എസ്ട്രല ഇങ്ങനെ എഴുതി: ഒരിക്കൽ ഒരു രാജകുമാരൻ കടുവയാവാൻ ആഗ്രഹിച്ചിരുന്നു. കടുവകൾ ഒരിക്കലും മറക്കില്ല. അവർ വേട്ടക്കാരാണ്. അവരുടെ കണ്ണുകൾ ഇരുട്ടിലും കാണുന്നു. അവയ്ക്ക് എല്ലുകൾ തകർക്കാൻ കൊമ്പുകൾ ഉണ്ട്. കടുവകൾക്ക് പേടിയില്ല. അങ്ങനെ കുട്ടികൾ കഥ എഴുതിക്കൊണ്ടിരിക്കുകയും ടീച്ചർ മൊബൈൽ ഫോൺ നോക്കി ഇരിക്കുകയും ചെയ്യുമ്പോൾ സ്കൂളിന് വെളിയിൽ ഒരു വെടി, പിന്നെ വെടികളുടെ മാലപ്പടക്കം. അപ്പോൾ കുട്ടികൾ താഴേക്ക് കിടക്കുന്നു. ടീച്ചറും അവരുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ എസ്ട്രലയ്ക്ക് പേടിയും കരച്ചിലും വരുന്നു. ടീച്ചർ അവളുടെ അടുത്തേക്ക് നീന്തിച്ചെന്ന് അവളുടെ കയ്യിൽ 3 ചോക്കുകൾ വച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു: നിൻ്റെ 3 ആഗ്രഹങ്ങൾ ഈ ചോക്ക് കഷണങ്ങൾ സാധിച്ചു തരും. അപ്പോഴേക്കും പോലീസ് വരുന്നു. വെടിവെച്ച നിൽക്കുന്നു. സ്കൂൾ അടച്ചു എന്ന അറിയിപ്പ് വരികയും ചെയ്യുന്നു. അതേസമയം നഗരത്തിൽ മറ്റൊരു കോണിൽ രാത്രി കാക്കോയും ഫ്രണ്ടും. താക്കോ ഡ്രഗ് അടിച്ച് ഫിറ്റായി അടച്ചിട്ടിരിക്കുന്ന ഒരു കടയുടെ വാതിലിൽ ചാരി നിൽക്കുന്നു. ഒരു പയ്യൻ അതിലെ വരുമ്പോൾ താക്കോയുടെ ഫോൺ താഴെ വീണ് കിടക്കുന്നത് കാണുന്നു. അവൻ അത് കീശയിലാക്കുന്നു. അപ്പോഴാണ് കാക്കോയിൻ്റെ കീശയിലെ ഒരു തോക്ക് അതും താഴെ വീഴാൻ കാത്തു നിൽക്കുക. ആ പയ്യൻ അതും കീശയിലാക്കുന്നു. എസ്ട്രല വീട്ടിലെത്തുന്നു. പക്ഷെ അവിടെ അമ്മയില്ല. TV ഓണാക്കി വച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയെ കാണുന്നില്ല. അവൾ വീട് മുഴുവൻ പരതി നോക്കിയിട്ട് TVയുടെ മുമ്പിൽ കസേരയിൽ ഇരിക്കുന്നു. അപ്പോൾ വെളിയിൽ നിന്നും ഒരു രക്തത്തിൻ്റെ ചാൽ ഒഴുകി TVയുടെ പുറകിൽ കൂടി ഭിത്തിയിൽ കയറി അമ്മയുടെയും അവളുടെയും ഫോട്ടോയിൽ അമ്മയുടെ ചിത്രത്തെ വലം വച്ച് അമ്മയുടെ ഗൗണിൽ വെടിവെച്ച് രക്തം പരക്കുന്നത് പോലെ പരക്കുന്നു. ടൗണിൽ കുട്ടികളുടെ ഒരു ഗ്യാങ്. അച്ഛനും അമ്മയും കൊല്ലപ്പെടുകയോ കാണാതെ പോവുകയോ ചെയ്ത കുട്ടികളാണ് ആ കൂട്ടത്തിൽ. അതിൽ കാക്കോവിൻ്റെ കയ്യിൽ നിന്നും ഫോണും പോക്കും മോഷ്ടിച്ച ആ പയ്യനും ഉണ്ട്. അവർ എല്ലാം മറന്ന് കളിയിലാണ്. എസ്ട്രല വീട്ടിൽ അമ്മയെ കാത്ത് ഒരേ നിൽപ്പ് നിന്നു. അതിനിടയിൽ കുട്ടികളുടെ ഗ്യാങ്ങിൽ ഇളയ കുട്ടിക്ക് വേണ്ടി മുതിർന്ന കുട്ടി കഥ പറയുന്നു. എല്ലാ മൃഗങ്ങളെയും
കൊക്കോവിൻ്റെ ഗ്രൂപ്പ് കൊന്നു. വിശന്ന് വലഞ്ഞ കടുവ കൂട് പൊട്ടിച്ച് പുറത്തിയാടി. എന്നിട്ട് വഴിയിൽ കണ്ട എല്ലാ മൃഗങ്ങളെയും പിടിച്ച് തിന്നു. പിന്നെ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളെയും. അമ്മ വരാത്തത് കൊണ്ട് എസ്ട്രല ചോക്ക് കർഷണത്തിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മയെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരണം. എസ്ട്രല, എസ്ട്രല എന്ന് അമ്മ വിളിക്കുന്നു. അമ്മേ എന്ന് എസ്ട്രല വിളി കേൾക്കുന്നു. ഞാനിവിടെ ഉണ്ട് എന്ന് അമ്മ. അകത്ത് നിന്ന് വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതുമായ ശബ്ദം കേൾക്കുന്നു. അവൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നുമില്ല. അന്ന് രാത്രി അവൾ വീട്ടിൽ കിടന്നുറങ്ങുന്നു. വീണ്ടും ഒച്ച. രാവിലെ പേടി കൊണ്ടും വിശപ്പ് കൊണ്ടും എസ്ട്രല വീട്ടിൽ നിന്ന് ഇറങ്ങി കുട്ടികളുടെ ഗ്യാങ്ങിനോട് ചേരുന്നു. അവർ ആദ്യം ഒന്നും മടിച്ചെങ്കിലും അവളെ കൂടെ കൂട്ടുന്നു. രാത്രി ഉറക്കത്തിൽ അമ്മ വരുന്നതായി എസ്ട്രല സ്വപ്നം കാണുന്നു. പിന്നെ അമ്മയുടെ ഡെഡ് ബോഡിയും കാണുന്നു. അമ്മ പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല എന്ന്. സ്വപ്നത്തിൽ അവൾ ഉറക്കെ കരയുന്നു. അടുത്ത് കിടന്ന ഒരു പയ്യൻ, ഇനി നീ കരഞ്ഞാൽ അടിക്കും ഞാൻ എന്ന് പറയുന്നു. ഒരു ദിവസം രാവിലെ കൊക്കോയും കൂട്ടരും ഈ ഗ്യാങ്ങിനെ ആക്രമിക്കുന്നു. ലക്ഷ്യം മൊബൈലും തോക്കും പിടിച്ച് വീണ്ടെടുക്കാൻ. ഗ്യാങ് പല വഴിക്ക് ഓടുന്നു. എസ്ട്രല ഷൈനുമായി രക്ഷപ്പെടുന്നു. പിന്നാലെ വന്ന കൊക്കോയെ ഷൈൻ തോക്ക് കാണിച്ച് പിന്തിരിപ്പിക്കുന്നു. പക്ഷേ ഓട്ടത്തിനിടയിൽ മോറോ കൊക്കോയിൻ്റെ കയ്യിൽ ആവുന്നു. ഷൈൻ പറയുന്നത് എസ്ട്രല ആണ് ഇതിൻ്റെ കാരണം എന്നാണ്. അവൻ തോക്കെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, പോയി കൊക്കോവിനെ കൊന്ന് മോറോവിനെ വീണ്ടെടുക്കുക. ചോക്കിൻ്റെ പ്രാർത്ഥനയിൽ വിശ്വാസം അർപ്പിച്ച് എസ്ട്രല തോക്കുമായി കൊക്കോവിൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നു. പക്ഷേ കൊക്കോവിനെ ആരോ ഒരാൾ നേരത്തെ കൊന്നിട്ടിരിക്കുന്നു. എസ്ട്രല വെറുതെ ഒരു വെടിയും വെച്ച് കൊക്കോ തടവിലിട്ടിരിക്കുന്ന മോറോവിനെയും മറ്റ് 3 കുട്ടികളെയും രക്ഷിച്ച് ഹീറോയിനിയായി തിരിച്ചെത്തുന്നു. എസ്ട്രല പുറത്തു വന്നപ്പോൾ ഷൈനിന് ദുഃഖം. ഞാനാണ് കൊക്കൈനെ കൊല്ലേണ്ടിയിരുന്നത്, എനിക്ക് അതിന് കഴിയാതെ പോയി എന്നതാണ് അവൻ്റെ സങ്കടം. അവൻ എസ്ട്രലയുടെ അടുത്ത് നിന്നും പോകുന്നു. ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ എസ്ട്രലയുടെ മുന്നിൽ അവളുടെ അമ്മ വരുന്നു. ഒരു പേപ്പർ ഗ്ലാസ്സിലൂടെയാണ് അവർ മകളോട് സംസാരിക്കുന്നത്. അവർ നിന്നെ അന്വേഷിച്ച് വരും എസ്ട്രല എന്ന് അമ്മ മകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷെ ഞാനല്ല അയാളെ കൊന്നത് എന്ന് മകൾ. അതെ, പക്ഷേ അവർ നിന്നെയാണ് തേടി വരുന്നത് എന്ന് അമ്മ. തലേന്നത്തെ അമ്മയുടെ മുന്നറിയിപ്പ് അനുസരിച്ച് അവർ വീട് മാറുന്നു. അവരുടെ പ്രദേശത്ത് ഇഷ്ടംപോലെ വീടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതിൽ വലിയൊരു വീട്, അതിലേക്കാണ് അവർ മാറുന്നത്. അവർ വീട്ടിലേക്ക് കയറുമ്പോൾ ആ വീട്ടിലേക്ക് ഒരു രക്തച്ചാൽ ഒഴുകി വരുന്നുണ്ട്. നേരത്തെ നമ്മുടെ എസ്ട്രലയുടെ വീട്ടിലേക്ക് കയറിയതുപോലെ. ആരും ഇത് അറിയുന്നില്ല. ആ ചാൽ ഒഴുകി 3 പിരിയുന്നു. അതിൽ ഒരെണ്ണം എസ്ട്രലയുടെ നേരെയാണ് വരുന്നത്. അവൾ ഒരു മുറിയിലേക്ക് ഓടി കയറി അതിൻ്റെ വാതിക്കൽ പഴയ ആ ചോക്ക് കൊണ്ട് ഒരു വര വരയ്ക്കുന്നു. ആ രക്തച്ചാൽ അവളുടെ അടുത്ത് നിന്ന് പോവുകയും ചെയ്യുന്നു. ഷൈൻ ഇരിക്കുന്ന മുറിയിലേക്ക് അവൾ ചെല്ലുന്നു. അപ്പോഴേക്കും ആ ഫോൺ അടിക്കുന്നു. കട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും അവൾ ആ കോൾ എടുക്കുന്നു. ഭീഷണിയാണ്. ആ തോക്കും മൊബൈലും തന്നില്ലെങ്കിൽ എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം എന്നാണ് ഭീഷണി. ഷൈൻ ഫോൺ കട്ട് ചെയ്യുന്നു. എസ്ട്രല ചോദിക്കുന്നത്, പിന്നെ നീ എന്താ ഈ ഫോൺ വിട്ടുകൊടുക്കാത്തത്? ഷൈൻ അതിലെ ഒരു ഫോട്ടോ കാണിക്കുന്നു. എൻ്റെ അമ്മയുടെ ഒരേ ഒരു ഫോട്ടോ ആണിത്. അവർ അമ്മയെ കൊന്നുകളഞ്ഞു. ദിവസം എസ്ട്രല തകർന്നു പോയ ടാങ്കിൽ നിന്നും പുറത്തു ചാടിയ
മത്സ്യങ്ങളുടെ അടുത്ത് ഇരിക്കുന്നു. മറ്റേ സൈഡിൽ നിന്നും ഷൈൻ വന്ന് അവിടെ തന്നെ ഇരിക്കുന്നു. എന്നിട്ട് പറയുന്നു, കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ട കടുവയെപ്പോലെയാണ് ഈ മത്സ്യങ്ങൾ. പാവം കടുവ. അവനൊരു വീടുണ്ടായിരുന്നു, ഒരു അമ്മയും. കാട്ടിൽ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കാണ്. അവന് പേടിയാണ്. എസ്ട്രല്ല പറയുന്നു, അല്ല, അവൻ ഇതിനകം എല്ലാ മോശം കാര്യങ്ങളിലൂടെയും കടന്നുപോയി. അവൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം അലഞ്ഞു നടന്നു. ഈ നശിച്ച രാജ്യത്തിൻ്റെ മുഴുവൻ രാജാവാണ് അവൻ. ഷൈൻ പറയുന്നു, കടുവകൾക്ക് പേടിയില്ല. നിൻ്റെ അമ്മയുടെ സ്ഥിതി എന്താണ് എന്ന് ഷൈൻ ചോദിക്കുന്നു. അവർ വീട്ടിൽ തന്നെ താമസിച്ചു എന്ന് എസ്ട്രല്ല. ഷൈൻ പറയുന്നു, എൻ്റെയും വീട്ടിൽ തന്നെ കിടന്നു കത്തി നശിച്ചു. അപ്പോൾ അവർ നിങ്ങളുടെ വീട് കത്തിച്ചോ എന്ന് എസ്ട്രല്ല. അവർ പെട്രോൾ ഒഴിച്ചു, ഈ ലാമ്പ് എറിഞ്ഞു. ഞങ്ങൾ പോകുമ്പോൾ അവർ എൻ്റെ അമ്മയെ പിടിച്ചു. എവിടെയോ പോയി വരുന്ന വഴി ഷൈനെ കുക്കോവിൻ്റെ ഫ്രണ്ട് പിടിച്ചു. നേരെ ഷൈൻ്റെ താവളത്തിലേക്ക് കൊണ്ടുവരുന്നു. എസ്ട്രല ആണ് ഇത് ആദ്യമായി കാണുന്നത്. അവൾ കൂട്ടുകാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് ആ വലിയ വീടിൻ്റെ ഏതോ ഒരു മുറിയിൽ ഒളിക്കുന്നു. അവിടെ അമ്മയുടെ ആത്മാവ് വരുന്നു. അവനെയും കൊണ്ട് മരിച്ചിടത്തേക്ക് കൊണ്ടുപോവാ, ഞങ്ങൾ അവനെ കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഫോൺ കൊടുക്കാത്തതുകൊണ്ട് കൊക്കോവിൻ്റെ ഫ്രണ്ട് ചീനോ ഷൈനെ അടിക്കുന്നു. പെട്ടെന്ന് അവിടെ ഒളിച്ചിരുന്ന മാരോ ചീനോവിനെ വെടിവെക്കുന്നു. ചീനോവിൻ്റെ കാലിലാണ് വെടികൊണ്ടത്. അപ്പോൾ ചീനോ മാരോവിനെ വെടിവെക്കുന്നു. അവൻ മരിച്ചു പോകുന്നു. ഷൈൻ ഒരു കത്തിയെടുത്ത് ചീനോവിനെ കാലിൽ കുത്തുന്നു. എന്നിട്ട് മാരോവിനെ കൊണ്ട് രക്ഷപ്പെടുന്നു. മാരോവിൻ്റെ ശരീരവും വച്ച് കൂട്ടുകാർ ചുറ്റും കൂടിയിരിക്കുന്നു. അവർ മോറോവിൻ്റെ ഗുണങ്ങൾ അവിവരിക്കുന്നു. ഊമയാണെങ്കിലും സ്നേഹമുള്ളവൻ. പെട്ടെന്നാണ് ഷൈന് എന്തോ ഒരു ഐഡിയ വരുന്നത്. ഈ ഫോണിൽ എന്തോ ഉണ്ട്. അവൻ വീഡിയോ പരിശോധിക്കുന്നു. ചീനോ ഒരു സ്ത്രീയെ കെട്ടിക്കുന്ന വീഡിയോ ആണ് കണ്ടെത്തുന്നത്. കാക്കോ കളിയായി എടുത്തതാണ് ഈ വീഡിയോ. അത് എനിക്ക് വേണം എന്ന് ചീനോ പറയുന്നു. അതിനുവേണ്ടി ഞാൻ കാക്കോവിനെ കൊന്നു. നിങ്ങൾക്കും അവൻ്റെ ഗതിയാണ് ഉണ്ടാവുക എന്നും ചീനോ പറയുന്നു. നാളെ രാവിലെ 7 മണിക്ക് നഗരത്തിലെ പൂട്ടിയിട്ടിരിക്കുന്ന പബ്ലിക് ടോയ്ലറ്റിൽ വരിക എന്ന് ചീനോ പറയുന്നു. എസ്ട്രലയാണ് കാക്കോവിനെ കൊന്നതെന്ന നുണയാണ് ഇവിടെ പൊളിഞ്ഞു വീണത്. ജീവനോടെ ബാക്കിയുള്ളവർ അവളോട് പിണങ്ങി എഴുന്നേറ്റ് പോകുന്നു. രാത്രി എസ്ട്രല മോറോവിൻ്റെ അടുത്തേക്ക് വരുന്നു. മോറോവിൻ്റെ കവർ ചെയ്തു വച്ച പൊതുപ്പ് സ്ഥാനം തെറ്റി കിടക്കുകയാണ്. അവൾ അത് നേരെയാക്കുന്നു. അപ്പോൾ പിന്നിൽ മോറോ നിൽക്കുന്നു. അവൾ പേടിയോടെ ഓടുന്നു. അപ്പോൾ മുറിക്കകത്ത് മുഴുവൻ ആത്മാക്കളാണ്. ചീനോ കൊന്ന ആത്മാക്കൾ. അവൾക്ക് ചുറ്റും ആത്മാക്കളാണ്. അവനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നാണ് അവർ ഉച്ചത്തിൽ പറയുന്നത്. അവൾ ഓടി ഒരു റൂമിനകത്ത് കയറുന്നു. അപ്പോഴും ആ ശബ്ദം കൂടുന്നു. കടുവകൾ പേടിക്കില്ല എന്നവൾ മന്ത്രം പോലെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു. വീഡിയോ നോക്കുന്ന ഷൈൻ ആ സ്ത്രീയുടെ കൈ ശ്രദ്ധിക്കുന്നു. എസ്ട്രേലിയയുടെ അമ്മ. എസ്ട്രേല നൽകിയ ഫോട്ടോയിൽ അമ്മയുടെ കയ്യിലെ വളയാണ് ആ വീഡിയോയിലെ അമ്മയുടെ കയ്യിലും. നമുക്ക് എസ്ട്രലയെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് 3 പേരും കൂടി ഓടുന്നു. എസ്ട്രല ഒഴിച്ച് ബാക്കി 3 സുഹൃത്തുക്കളും കൂടി മോറോവിൻ്റെ ബോഡി സംസ്കരിക്കാൻ തയ്യാറാവുന്നു. സമയം രാത്രി. ഇതേ സമയം എസ്ട്രല ദൂരെ ഒരു പാർക്കിൽ ആണ്. അടുത്ത സീറ്റിൽ മോറോ വന്നിരിക്കുന്നു. എന്നിട്ട് എൻ്റെ ബോഡി സംസ്കരിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് പറയുന്നു. അവൾ ഉടനെ ആ സ്ഥലത്ത് എത്തുന്നു. ഷൈൻ ഒഴിച്ച് ബാക്കിയുള്ള 2 പേരും കള്ളി, നുണച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുന്നു എസ്ട്രേലിയയുടെ അടുത്ത്. പക്ഷേ ഷൈൻ ആ വീഡിയോയും അവൾ നൽകിയ ഫോട്ടോയും കാണിച്ച് നിൻ്റെ അമ്മയെയാണ് ചീനോ കൊല്ലുന്നത് എന്നാണ് പറയുന്നത്. നമുക്കവനെ കൊല്ലണം.
അല്ലെങ്കിൽ അവൻ നമ്മളെ കൊല്ലും എന്നും കൂടി പറയുന്നു. അങ്ങനെ ചീനോ പറഞ്ഞ സ്ഥലത്തേക്ക് 4 പേരും കൂടി എത്തുന്നു. അവർ മുകളിലെ സ്ഥലത്ത് ഇരിക്കുമ്പോൾ ചീനോ താഴെ വന്ന് ഫോണിൽ വിളിക്കുന്നു. അവർ താഴെ ഇറങ്ങുന്നു. ഫോൺ ചീനോയ്ക്ക് കൈമാറുന്നു. അവൻ അത് ഷൂവിൻ്റെ അടിയിൽ വച്ച് ചവിട്ടി പൊട്ടിക്കുന്നു. എന്നിട്ട് ചീനോയുടെ കൂടെയുള്ള 2 പേരെയും വെടിവെച്ച് കൊല്ലുന്നു. അത് കണ്ട് ഷൈൻ്റെ കൂടെയുള്ള 2 പേരും പേടിച്ച് ഓടി രക്ഷപ്പെടുന്നു. എല്ലാം കഴിഞ്ഞു, ഇനി പൊക്കോ എന്നാണ് ഷീനോ പറയുന്നത്. അപ്പോൾ എസ്ട്രല്ല ചോദിക്കുന്നത്, എൻ്റെ അമ്മ എവിടെ? എനിക്കറിയില്ല, പോയി അന്വേഷിക്കുക എന്നാണ് ചീനോയുടെ മറുപടി. പക്ഷെ ഷൈൻ എസ്ട്രലയെ വിളിച്ചുകൊണ്ട് ഓടുന്നു. ദൂരെ മാറിയെന്നുകൊണ്ട് ഷൈൻ പറയുന്നു, ഞാൻ ഫോൺ മാറ്റി, അത് വേഗം കണ്ടുപിടിക്കും, അതുകൊണ്ട് ഓടിക്കോ. പക്ഷെ സമയം വൈകിപ്പോയി. രക്തച്ചാൽ ഷൈൻ്റെ കാലിലേക്ക് എത്തുന്നു. ഷീനോ പുറകിൽ നിന്നും ഒരൊറ്റ വെടി, അവൻ താഴെ വീണ് മരിക്കുന്നു. എസ്ട്രലയെ ഒന്നം വച്ചെങ്കിലും അവൾ ഓടുന്നു. അവൾ അവനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ കെട്ടിടം മുഴുവൻ ഓടുന്നു. പിന്നാലെ അവനും ഓടി തളർന്നു നിൽക്കുമ്പോൾ പെട്ടെന്ന് മോറോവിൻ്റെ ആ കടുവയുടെ പാവ പ്രത്യക്ഷപ്പെടുന്നു. അത് എസ്ട്രലയെ വഴി കാണിക്കുന്നു. അത് നേരെ പോയി സൈഡിലെ ഷട്ടർ തുറന്നു. രൂക്ഷമായ ഗന്ധം, ശവം അഴുകുന്ന ഗന്ധം. ആ പാവ അതിലൂടെ താഴേക്കിറങ്ങി. അവളും ആ ഗന്ധവും സഹിച്ചുകൊണ്ട് താഴേക്കിറങ്ങുന്നു. അവസാന നിമിഷമാണ് അവൻ ഓടി വരുന്നത്. പക്ഷേ അവൾ രക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ ആ ഇരുട്ടിൽ ആ ഗന്ധത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് അവളുടെ അമ്മയുടെ ബോഡി അവൾ കണ്ടെത്തുന്നത്. അമ്മ മകളുടെ കൈ തൻ്റെ കൈയുമായി ചേർത്ത് വയ്ക്കുന്നു. അമ്മയുടെ വളയിലെ പക്ഷികൾ മകളുടെ കയ്യിലേക്ക് വരുന്നു. ചീനോ മൊബൈൽ അടിച്ചു നോക്കുന്നു. നസ്രല്ലയുടെ മൊബൈൽ ബെല്ലടിക്കുന്നു. അയാൾ ആ ശബ്ദം നോക്കി ശവം അഴുകുന്ന റൂമിലെ വാതിൽ തുറന്നു നോക്കുന്നു. അവിടെ താഴെ അവളുടെ മൊബൈൽ ആണ് ബെല്ലടിക്കുന്നത്. അവൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് ആ വാതിൽ പുറത്തു നിന്ന് എസ്ട്രല അടയ്ക്കുന്നു. എന്നിട്ട് ലൈറ്റർ കത്തിച്ചിടാൻ നോക്കുമ്പോൾ ഷൈൻ വരുന്നു. അവൻ അവളുടെ കയ്യിൽ നിന്ന് ആ ലൈറ്റർ മേടിച്ച് കത്തിച്ച് ഇടുന്നു. ആ ചേമ്പർ ആകെ കത്തുന്നു. എസ്ട്രല ചുണ്ടിൽ ഒരു വിജയ ചിരിയുമായി തിരിയുമ്പോൾ അതാ ഒരു കടുവ. അത് അവളെ വലത്ത് വച്ച് സൈഡിൽ ഇരിക്കുന്നു. അവൾ ഒരു സൈഡിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അതാ പുതിയൊരു മെക്സിക്കോ. സസ്യശ്യാമള കോമളമായ, എന്നും ശാന്തിയും സമാധാനവും പുലരുന്ന ഒരു മെക്സിക്കോ. ആ മെക്സിക്കോയിലേക്കാണ് അവൾ കാല് വയ്ക്കുന്നത്. സിനിമ ഇവിടെ അവസാനിക്കുന്നു.